കഴിഞ്ഞ 6 വർഷമായിട്ടാണ് ഇയാൾക്കെതിരായ കേസുകളൊക്കെ നടക്കുന്നത്. 2016 മുതൽ 2019 വരെയുള്ള 4 വർഷത്തിൽ ഇയാൾ $14 ലക്ഷം നികുതി ഇനത്തിൽ വെട്ടിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക പോലെ രാജ്യത്തെ സംബന്ധിച്ച് ഇതൊക്കെ അതീവ ഗുരുതരമായ കുറ്റം തന്നെയാണ്. വ്യാജ നികുതി റിട്ടേണുകൾ സമർപ്പിച്ച് ആദായ നികുതി വകുപ്പിനെ ഇയാൾ കബളിപ്പിച്ചു എന്നതടക്കം 9 സുപ്രധാന കുറ്റങ്ങളാണ് ഇയാളുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. കൂടാതെ മയക്കുമരുന്നിന് അടിമകളായ വ്യക്തികൾക്ക് അമേരിക്കയിൽ തോക്ക് വാങ്ങാൻ അനുമതി നൽകുകയില്ല. 5 വർഷം മുമ്പ് ഇയാൾ റിവോൾവർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് മറ്റൊരു കേസ്. തോക്ക് വാങ്ങിയപ്പോൾ താൻ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് ഈ ഹണ്ടർ തന്നെ കൃത്യമായി നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ എഴുതി നൽകിയിരുന്നു. കൂടാതെ ഹണ്ടർ നിയമവിരുദ്ധമായ മയക്കുമരുന്ന് ഉപയോഗിച്ചതായും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2018 ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന കാര്യം മറച്ചുവെച്ച് തോക്കിന് ലൈസൻസ് നേടിയെടുത്തത്. അക്കാലത്ത് ജോ ബൈഡൻ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. എന്നിട്ടും അന്ന് ഇയാൾക്കെതിരെ വളരെ കർശനമായ നടപടി തന്നെയാണ് നീതിന്യായ വകുപ്പ് തുടങ്ങി വെച്ചിരുന്നത്. ഈ മാസം 12, 16 തീയതികളിലാണ് ഇയാളുടെ ഈ കേസുകളുടെ വിചാരണ നടക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ പദവി ഒഴിയുന്നതിന് തൊട്ടു മുമ്പ് മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി ജോ ബൈഡൻ ഇത്തരത്തിലുള്ള ഒരു മാപ്പ് നൽകൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ ജനത ഇതിന് അംഗീകരിക്കുമെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇനി ഏതായാലും ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ ഊഴം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി മത്സരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ ജോ ബൈഡൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്.